ബാല്യകാലം മുതൽ നമ്മുടെ ഉള്ളിൽ ധരിപ്പിക്കപ്പെട്ട എൻ്റെ പേര്, എൻ്റെ നിറം, എൻ്റെ മതം, എൻ്റെ രൂപം, പിന്നെ നേടിയെടുക്കുന്ന യോഗ്യതകൾ, പദവി, പ്രൊഫഷൻ, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് മനുഷ്യൻ വിചാരിക്കുന്നു. എന്നാൽ സത്യം മറ്റൊന്നാണ്. ഒരു കണ്ണാടിയുടെ മുന്നിൽ നാം നിൽക്കുമ്പോൾ അതിൽ കാണപ്പെടുന്നത് ഭൗതിക ദേഹം മാത്രമാണ്. എന്നാൽ ഈ ദേഹത്തെ ജീവസുറ്റതാക്കി മാറ്റുന്നത് ഒരു ചൈതന്യ ശക്തിയാണ്. ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശക്തിയെ ആത്മാവ് എന്ന് പറയുന്നു. ആത്മാവ് ഒരു സൂക്ഷ്മ ജ്യോതിസാണ്, ശാന്തസ്വരൂപമാണ്, സുഖസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്. ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഒരു താൽക്കാലിക ഉപകരണമാണ് ശരീരം. മനുഷ്യൻ നശ്വരമായ ശരീരവും അനശ്വരമായ ആത്മാവും തമ്മിലുള്ള സമന്വയമാണ്. ബ്രെയിൻ ശരീരത്തിൻ്റെ കേന്ദ്ര നിയന്ത്രണ സംവിധാനമാണ്. ഈ സംവിധാനത്തെ ഉപയോഗിക്കുന്നത് ആത്മാവാണ്. ആത്മാവിനെയും ബ്രെയിനിനെയും കൂട്ടിയിണക്കുന്നത് മനസ്സാണ്. മനസ്സിൽ ഉയരുന്ന ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ, ഇവ ശരീരത്തിലൂടെ പ്രകടമാകുന്നു. ബ്രെയിനിൻ്റെ കെമിസ്ട്രി ഇത് സാധ്യമാക്കുന്നു. ശരീരം ഒരു രഥമാണെങ്കിൽ രഥത്തെ വലിക്കുന്ന കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ. ദേഹമാകുന്ന രഥം ആത്മാവാകുന്ന സാരഥിയെ വഹിച്ചുകൊണ്ടാണ് ജീവിത വീഥിയിലൂടെ സഞ്ചരിക്കുന്നത്. സാരഥി കുതിരകളെ വേണ്ടവണ്ണം നിയന്ത്രിച്ചു കൊണ്ടുപോകുമ്പോൾ ലക്ഷ്യത്തിലെത്തുന്നു. അതുപോലെ നാം ഓരോരുത്തരും സത്ചിന്തകളും സദ്ബുദ്ധിയുമാകുന്ന കടിഞ്ഞാൺ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ശരീരം എന്നാൽ ഉണ്ടായി നശിക്കുന്നത് എന്നാണ് അർത്ഥം. ആത്മാവ് നശിക്കുന്നില്ല, അനശ്വരമാണ്. വേഷങ്ങൾ മാറുന്ന ഒരു അഭിനേതാവിനെ പോലെ ആത്മാവ് ദേഹങ്ങൾ മാറി അതിൻ്റെ യാത്ര തുടരുന്നു.